ಅಸ್ಸಲಾಮು ಅಲೈಕುಮ್ ವರಹಮತುಲ್ಲಾ. ಇತ್ತೀಚೆಗೆ ಸಾದಾತ್ ತಂಗಾಕಿಯವ್ರ ಪ್ರಭಾಷಣ ಭಾರಿ ಚರ್ಚೆಗೆ ಕಾರಣ ಆಯಪಲ್ತವ್ರ ಪ್ರಭಾಷಣ ആയിട്ടിക്കറ്. അപ്പോൾ ഇയാൾ പ്രഭാഷണം ആക്കിയാൽ പിന്നെ അതിൽ പിറവത്തു ചില ആൾമാർ അതിൽ ഫോൺ കോൾ ആക്കാറ്, അങ്ങനെ അയാൾ ബന്ധപ്പെടാൻ നോക്കാറ്, അതിൽ അന്യായമാരെ ബന്ധപ്പെടുക, അങ്ങനെ ബെൽത്തങ്ങടിലായിട്ടിക്കറ അമീച്ചോളുടെ വ്യക്തിയുള്ള ചൊല്ലാറ്, അങ്ങനെ ബെൽത്തങ്ങടി പോകണ്ടു, ബെൽത്തങ്ങടി പോയിട്ട് കാത്തിട്ടാകുമ്പോൾ ഇങ്ങനെ കാട്ടോ സാധ്യമായിട്ടില്ല, മാത്രമല്ല ഇങ്ങനെ അവിടെ വന്നിട്ടില്ലേ, അത് എല്ലാവരും നോക്കിയതായിട്ടിക്കറ്. അസ്സലാമു അലൈക്കും ഉസ്താദ്. ഓടല്ലാറ് 3 ಗಂಟೆ ಬಂದಿട്ട് കാത്തോണ്ടുള്ള നിങ്ങളെ ಬೆಳ್ತಂಗಡಿಗೆ ಬಂದಂಗೆ ಅಬ್ದುಲ್ ಹಮೀದ್ರೆ ಕಾಟಿದಂಡ ಇತರ ತೋಲ ನಿങ്ങളെ കാണില്ല. ഇപ്പം ಗಂಟೆ 5:30 ಬಂತು, നിങ്ങൾ കോൾ ആക്കിയും കോൾ എടുത്തോണ്ടില്ല. ഇതേ 3 മാർഗത്തോടെ വന്നറ ಬೆಳ್ತಂಗಡಿಲಿಲ್ಲ ಅವ್ರು ಕಾಲ್ ಹೆಂಗೆ ರಿಸೀವ್ ಹಾಕೋರು ಹಿಂಗೆ ಮೇಲೆ ಚಂದ್ರಿ ಬೆಳ್ತಂಗಡಿಗೆ ಬಾ ನೀನು ನಾ ಕಾಟ್ರಂಟು 3 ಗಂಟೆ ಬಂದಿಟ್ಟು ಇപ്പം 5:30 ಬಂತು, നിങ്ങൾ കോൾ ആക്കിയിട്ട് കോളും എടുത്തോണ്ടില്ല. 3 മാർഗത്തോടെ ഉള്ള ನಾನು ഓടുള്ളാറ് ചിലവരും. അപ്പോൾ ഇവിടെ എല്ലാവരും നോക്കിയാറ് ಬೆಳ್ತಂಗಡಿಗೆ ಬರೋ ಚೆಂದಪ್ಪ ಬೆಳ್ತಂಗಡಿಗೆ പോയിട്ട് അവിടെ 3 ಗಂಟೆത്തോളം ಕಾತಿಟ್ಟು ಹಂಗೆ ಕಾಟೋ ಸಾಧ್ಯമായിട്ടില്ല. അപ്പോൾ സാധാരണ ചൊന്നരെന്തരെ അതുള്ള കോൺട്രവേഴ്സി എന്തരെ എന്തിനായിട്ടിക്കറ് അദ്രകായ തെളിവ് കൊണ്ടുവരണ ചൊല്ലത് വ്യക്തമായിട്ട് ക്ലിപ്പോട് കൂടെ നിങ്ങൾ നോക്കണു. ആ തെളിവ് സാധാരണ തന്നിട്ടേ വേണു. കാരണം ഇതൊരു ദീൻ്റെ വിഷയമായിട്ട് ഇത് കളവ് ചൊല്ല സാധ്യമേ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ വ്യക്തമായിട്ട് ആ തെളിവോട് കൂടെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഹാജരാക്കണോ ചൊണ്ടായിട്ട് ആവശ്യപ്പെടുള്ളൂ. അബ്ദുൽ ഹമീദ് ജല്ല ഒറിജിനൽ ഒരു സലഫി മഹാനായ കൂറത്തങ്ങളെ തണ്ണി കൊണ്ട് സുന്നിയായ ചരിത്രം എന്റെ അനുഭവത്തിലുണ്ടു. എന്തിനെ കൊണ്ടുണ്ടാ അപ്പോൾ ഒന്നാമത്തെ സാധാരണ ചൊല്ലി എല്ലാവരും കാതു കൊടുത്താറ്. എന്തുകൊണ്ട് അബ്ദുൽ ഹമീദ് ചൊല്ലിട്ട് പോലത്തെ ഒരു സലഫി കൂറത്തങ്ങളെ തണ്ണി കുടിച്ചിട്ട് സുന്നിയായ ഒരു ചരിത്രമായിട്ട് ചൊന്നിട്ടുള്ളേ. അത് ഏത് റായത്തിൽ സംഭവിച്ചായിട്ടിക്കറ്, അത് ಬೆಳ್ತಂಗಡಿಲಿ എവിടെയായിരിക്കണം റായ, ഏത് ജമാഅത്തിൽ പെട്ടവണ്, ഏത് സലഫി പള്ളിക്കായിട്ടാണ് പോയോണ്ടിന്ന്, ഏത് സലഫി പള്ളിയുടെ മെമ്പർ ചൊന്ന് തെളിവിക്കുന്ന ബാധ്യത ഇവിടെ സാധാരണ ഉണ്ടു. അത് തെളിവിക്കണു ചൊന്നിട്ടായിട്ട് ആവശ്യപ്പെട്ടു. ഇൻഷാ അല്ലാഹ് രണ്ടാമത്തെ ചൊല്ലട്ട് നോക്കോ. 3 മക്കളെ ജന്മം നൽകിയിട്ട് ആ മക്ക സുബ്ഹാനല്ലാഹ് ജന്മം നൽകിയ സമയത്ത് ആ കിടാവുടെ റൂപ മൃഗത്തിന്റെ റൂപായിട്ട് കിടി 30, 35, 40 ഇടയിൽ ആ കിടാവ് മരിക്കിട സംഭവമായിട്ട് കിടി. ആ 3 മക്കായിട്ടിക്കറ് അബ്ദുൽ ഹമീദ് ജനിക്കറ്. ആ 3 മക്കം പിന്നെ മൃഗത്തെ രൂപത്തിലായിട്ടിക്കറ് മുഖ അങ്ങനെ ജനിക്കറായിട്ടിക്കറ്. അങ്ങനെ 40 ജീവിച്ചിട്ട് മരിക്കറായിട്ടിക്കറ മക്ക. അതുകൊണ്ട് ഇതിലോട്ട് കേൾക്കില്ലേ, ഈ 40 ജീവിച്ചിട്ട് മറിച്ച പോലത്തെ ഈ മക്കളെ ഏത് ಬೆಳ್ತಂಗಡಿ ആൾക്കൂടെ ഏത് ജമാഅത്തിലായിട്ടിക്കറി സംഭവിച്ച്, ഏത് ജമാഅത്തിലായിട്ടിക്കറി ഈ മക്കളെ കബറടക്കര്, ആറായിട്ടിക്കറി ഈ മക്കളെ മയ്യത്ത് നിസ്കരിച്ചിട്ട് 3 മക്കളെ എവിടെയായിട്ടിക്കറി കബറടക്കര്. ഇത് തെളിവ് നിങ്ങൾ കൊണ്ടുവരണം. എന്നിട്ട് ಬೆಳ್ತಂಗಡಿ താലൂക്കുള്ളൂ കൂറത്തങ്ങൾ മരിക്കുന്ന മുതൽ ഇങ്ങനത്തെ ഒരു സംഭവ പിന്നെ പരിചയമായത് ഗൊന്തില്ല ആർക്കും. അതുകൊണ്ട് കേട്ടോള്ളേ എവിടെയായിട്ട് സംഭവിച്ചിട്ട് ഏത് പള്ളിയുടെ കബർസ്ഥാനത്തിലായിട്ട് ആ 3 മക്കളെ അടക്കര്, ആറായിട്ട് മയ്യത്ത് നിസ്കരിച്ചിട്ട് ആ മയ്യത്ത് അത് നിങ്ങൾ ഇവിടെ തെളിവോട് കൂടെ കൊണ്ടുവന്ന് ഹാജരാക്കണം ഇൻഷാ അല്ലാഹ്. ഡോക്ടർമാർ അവസാന തീരുമാനം കൊടുത്തത് എനിക്ക് നിങ്ങളെ പെഞ്ഞായി പെറാണ്ടിക്കിടത് നല്ലത്, ഇനിയും പെത്തെങ്കിൽ ഇങ്ങനെ തന്നെ കിടാവൂ. മൂന്നാമത്തെ ചൊല്ലായിട്ടിക്കറ് ഇനി നിങ്ങ പെറോ തീര പെത്തൻಟ ഇങ്ങനെ മുഖ ಪ್ರಾಣಿಯ ಮೊಗಾಯ ಕಿಡಾವಾಯಿಟಿಗೆ ಪೊರಕಡೆ. അതുകൊണ്ട് ഡോക്ടർ ചൊല്ലേവല നിങ്ങൾ ഇന്ന് പിറകു തീരാണ്ട്. അതുകൊണ്ട് സാധാരണങ്ങളുടെ കേൾക്കോലി ഇത് ഏത് ഡോക്ടറായിട്ടിക്കറി ഇങ്ങനെ ചൊന്നുരെ, ഏത് ഹോസ്പിറ്റലായിട്ടിക്കറി അങ്ങനെ പ്രാണിയുടെ മുകളിൽ കിടാവ് ജനിച്ചിരെ, ഏത് ഹോസ്പിറ്റലിലായിട്ടിക്കറി അങ്ങനെ പിറകു പോയിട്ട് ഈ 3 മക്കളെ എന്തുകൊണ്ടായിട്ട് ഹോസ്പിറ്റലിനങ്ങ ഇത് പുറത്ത് ചൊന്നിട്ടില്ലേ, ഏത് ഹോസ്പിറ്റലിൽ പോയാൽ ഡോക്യുമെൻറ്റിക്കുമല്ലേ. അപ്പോൾ ഏത് ഹോസ്പിറ്റലിലായിട്ട് പോയിട്ട് മാംഗ്ലൂരിലും ആ ഹോസ്പിറ്റലിൻ്റെ പിന്നെ ആ സാക്ഷി നിങ്ങൾ ഹാജരാക്കാൻ സാധ്യമുണ്ടോ? ഏത് ഹോസ്പിറ്റലിലായിട്ട് അങ്ങ് ഡെലിവറിക്ക് പോയിട്ട് ആ ഡെലിവറിയിൽ ഏത് ഹോസ്പിറ്റലിൻ്റെ ഡോക്ടറായിട്ട് നിങ്ങൾ ചൊന്നുരേ നിങ്ങൾ പിറണ്ട, നിങ്ങൾ പെത്തണ്ടായെങ്കിൽ ആ 3 മക്കളെ പോലെമേ ഇനിയും പിന്നെ പ്രാണിൻ്റെ മുഖായ കിടാവ് ജനിക്കറി ചൊന്നിട്ടു ഏത് ഹോസ്പിറ്റലിൻ്റെ ഡോക്ടർ ചൊന്നുരേ ചൊന്ന് തെളിവിക്കുന്ന ബാധ്യത നിങ്ങൾക്കുണ്ട്. ഇൻഷാ അല്ലാഹ് തെളിവിക്കൊണ്ട് നിങ്ങൾ. യാ അല്ലാഹ് മഹാനായ കൂറത്തങ്ങളെ ബഹുമാനം മനസ്സിലാക്കണോ. അതാണ് നാം ചെന്നുകൊണ്ടുള്ളത്. ഞങ്ങളില്ലാത്ത ഒരു വിശേഷത കൂറത്തങ്ങളെ അയിലുണ്ടു, അത് ഞങ്ങൾക്ക് കൊന്തില്ല. മുഅ്മിനീങ്ങളെ അങ്ങനെ സ്വർഗത്തിൽ ചെല്ലെങ്കിൽ ഈ ഹമീദ് ചെല്ലെ അയാളെ പെഞ്ഞായി ഒറിജിനൽ സുന്നിയായിട്ട് കിടി. നരകരുടെ ഒരു പെണ്ണിങ്ങ വന്നിട്ട് ഈ മൊരട്ട വല്ലാത്ത ഒത്തയാക്കിടി ഇങ്ങനത്തെ പക്ക ഒരു തങ്ങ ഉണ്ടു
അയാളെ തന്നിൽ ചെമ്മമക്കയായ ചരിത്രമുണ്ടു. അയാൾ ഊതിയ തണ്ണിക്ക് വലിയ ബർക്കത്തുണ്ട്. നാനും നിങ്ങ ഒട്ടിക പോയിട്ട് ഞങ്ങളെ വിഷയ ചെന്നിട്ട് മാപ്പിളർട്ട ചെല്ല വേണ്ട, ഞങ്ങ തണ്ണി എടുത്തോണ്ട് വന്നിട്ട് ആ തണ്ണി ഉപയോഗിച്ചെങ്കിൽ എന്തേ. ഇവിടെ മൂന്നാമത്തെ നിങ്ങൾ ചൊന്ന പോലെ എന്താ കണ്ടെങ്കിൽ സലഫിയായ അബ്ദുൽ ഹമീദ് പെഞ്ഞായി സുന്നിയായിട്ടിക്കർ. ആ സലഫിയായ അബ്ദുൽ ഹമീദ് 6 ചൊന്നിങ്ങ തെളിവിക്കോണ് ഏത് സലഫി പള്ളിക്കായിട്ടിക്കർ അയാൾ പോയോണ്ടിന്ന്, അയാൾ ഏത് സലഫി പള്ളിയായിട്ടിക്കർ, പിന്നെ മെമ്പർഷിപ്പുള്ള ഏത് സലഫി പള്ളിക്കായിട്ട് അയാൾ സേറിട്ടുള്ള, പിന്നെ എപ്പായിട്ട് സലഫിയായിട്ട് 6 സലഫിങ്ങൾ അവിടെ ബന്ധമുണ്ട് അയാൾക്ക് ചൊല്ലിട്ട് നിങ്ങൾ തെളിവാക്കിയിട്ട് കാട്ടണം. എന്തുകൊണ്ട് കൂറത്തങ്ങ ഹയാത്ത് കാലത്ത് ഈ സംഭവം ചെന്നിട്ടില്ല. 6 വർഷം മുന്നലായ ഒരു സംഭവ അയാൾ മറിച്ചിട്ട് കബറടക്കോൾ കൂടെ എന്തുകൊണ്ട് ഈ കറാമത്തായിട്ട് നിങ്ങൾ പ്രചാരാക്കിക്കൊണ്ടുള്ളേ. അതുകൊണ്ട് നിങ്ങളൊട്ടു ഈ വെല്ലുവിളിൻ്റെ വിചാരിച്ചോളൂ, നിങ്ങൾ ബലിപ്പിച്ചല്ല. പക്ഷെ നിങ്ങൾ തെളിവ് കൊണ്ടുവരണം. ദീൻ്റെ പേരിൽ കളവ് ചൊന്നിട്ട് ഇങ്ങനൊരു പിന്നെ കറാമത്തോ ഇങ്ങനൊരു ബഹുമാനമോ പ്രകടനാക്കോ ഇസ്ലാം പഠിപ്പാട്ടേ ഇല്ല. നിങ്ങൾ സത്യസന്ധ ഒക്കുണ്ടായെങ്കിൽ നിങ്ങൾ തെളിവിച്ചിട്ടേ വേണം. എവിടെയായിട്ട് അബ്ദുൽ ഹമീദ് ഏത് സലഫി പള്ളിയായിട്ട് അവൻ മെമ്പർഷിപ്പുള്ളേ, ഏത് സലഫി പള്ളിയായിട്ട് അവന് ജോയിൻ ആയിട്ടില്ല, ഏത് പള്ളിക്കായിട്ട് അവൻ നിസ്കരിക്ക് പോയിട്ടുണ്ട് സലഫി പള്ളിക്ക്. ഇത് നിങ്ങൾ തെളിവ് കൊണ്ടുവന്നിട്ടേ വേണി കളവ്. ഈ പെണ്ണിങ്ങ ഗർഭം ധരിച്ചിട്ട് 40 നാളാകുമ്പോ സ്വന്ത ബാപ്പല ചൊല്ലി ഇനി നമുക്ക് മക്ക വേണ്ട. ആ പ്രസവ സമയത്ത് ആ കിടാവിടെ മുഖ കാണോക്കു സാധ്യയില്ല. മാത്രല്ല ആ കിടാവ് മരിച്ചു പോകേണ്ടത് അതും നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് നമുക്ക് ഈ ഗർഭത്തെ എടുത്തെങ്കിൽ എന്തേ അപ്പളായിട്ട് കിട് പെഞ്ഞായോടെ ഒരു പലക്ക ചെല്ലത് ഇണ്ട് നങ്ങ ഒരു ശപത്ത ഒരു തീരുമാനത്തുക്ക് പറ. എന്തിരെ തീരുമാന കൊണ്ടുണ്ടാ നിങ്ങ സലഫിയായിട്ട് കിട് നാണ് സുന്നിയായിട്ട് കിട് നിങ്ങളൊട്ട നാൻ ഒരു വാഗ്ദാന ചൊല്ലി ഞാൻ ഇങ്ങനെ ഒരു തങ്ങല തണ്ണി കൊണ്ടിട്ട് ആ മന്ദിരിച്ച തണ്ണി ഞാൻ കുടിച്ചോണ്ടുണ്ടു. നക്ക് തങ്ങ ഭരവസ തന്നിരി, നക്ക് തങ്ങ ധൈര്യ തന്നിരി. അതുകൊണ്ടു സുബ്ഹാനല്ലാഹ് നക്ക് നല്ല രൂപമായ ഒരു കിടാവ് കിട്ടിയെങ്കിൽ നിങ്ങ സുന്നത്ത് ജമാഅത്ത് ഭണ്ഡാരാ, നിങ്ങ സുന്നത്ത് ജമാഅത്ത് ഭണ്ഡാരാ. അപ്പൊ മാപ്പല ചെന്ന് ഇൻഷാ അല്ലാഹ് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായെങ്കിൽ നാണ് സുന്നത്ത് ജമാഅത്ത് പണ്ട് പെഞ്ഞായി ജൽദി പെഞ്ഞായിരൊട്ട മാപ്പല ജൽദി. ഇനി അങ്ങനെ ഇല്ലെങ്കിൽ നീന് സലഫിക്ക് പണ്ട് പെണ്ണും ജൽദ് നാണ് തയ്യാറായിട്ട് കിട്. മുഅ്മിനീങ്ങളെ ആ കുടുംബം ഒരു കുഞ്ഞിനെ കൊടുത്തു, പെണ്ണ് കുഞ്ഞായിട്ട് കിട്. ഇണ്ടുമാ കുഞ്ഞിക്ക് 6 വയസ്സ് പ്രായ ആമിനാൻ ചെല്ലുടെ കുട്ടിയായിട്ട് കിട്. ഇതായിട്ട് കിട് താജുല്ലുലമാണ്ട് കണ്ട്. ഇവിടെ 4ാമത്തെ സവാലായിട്ട് സാധാരണങ്ങളോട് കേൾക്കോളെന്ന് കണ്ടെങ്കിൽ നിങ്ങളുടെ ചൊന്ന പോലെ ആ 3 മക്കം പിന്നെ പ്രാണിയുടെ മുഖത്തിൽ പറഞ്ഞ പോലത്തതായ ആ സലഫിയായ അബ്ദുൽ ഹമീദും അയലെ പെഞ്ഞായി അങ്ങോട്ട് ഇപ്പം ജനിച്ച പോലത്തെ 6 തിങ്കളത്തെ ആമിന ചൊല്ലൊരു കിടാവും. ആ ആമിന ചൊല്ലിൻ്റെ 6 വർഷത്തെ ആമിന ചൊല്ലിൻ്റെ കിടാവും. ആമിന ചൊല്ലിൻ്റെ കിടാവ് പുറക്കറെ മുന്നോളൂ 3 കിടാവ് പുറന്നതിരെ ആ 3 കിടാവ് ഹോസ്പിറ്റലിൽ ഡെലിവറി ആയതും അത് പ്രാണിയുടെ മുഖമായതിരെ ഒരു പിന്നെ സാക്ഷി കൊണ്ടുവരാൻ സാധ്യത ഉണ്ടോ? ഏത് ഹോസ്പിറ്റലായിട്ട് ചൊല്ലിൻ്റെ സാക്ഷി കൊണ്ടുവരാൻ സാധ്യത ഉണ്ടോ? നിങ്ങൾ ഒരു ബഹിരംഗമായ ഒരു വേദിക വെച്ചിട്ട് നിങ്ങൾ അങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനത്തെ ഡോക്യുമെൻ്റ് ഇപ്പോൾ കേട്ട എല്ലാ ഡോക്യുമെൻ്റ് റെഡിയാക്കി നിങ്ങൾ ബഹിരംഗമായ ഒരു വേദിക്കൽ ഇങ്ങനത്തെ ഒരു കാര്യക്രമം വയ്ക്കാൻ സാധ്യത ഉണ്ടോ? നിങ്ങൾ വെച്ചിട്ട് നിങ്ങൾ തെളിവിക്കാൻ സാധ്യത ഉണ്ടോ? ഇതായിട്ട് അബ്ദുൽ ഹമീദ്, ഇതായിട്ട് അബ്ദുൽ ഹമീദിൻ്റെ ഫാമിലി, ഇതായിട്ട് ആ പെണ്ണ് കിടാവു. മാത്രമല്ല പെണ്ണ് കിടാവ് പുറക്കരെ മുന്നോളൂ. ഇങ്ങനത്തെ 3 മക്കായിട്ട് പ്രാൻ്റെ മുഖത്ത് പുറന്നരെ ഇങ്ങനത്തെ ഹോസ്പിറ്റലായിട്ട് ഹോസ്പിറ്റൽ 3 മക്ക പ്രാൻ്റെ മുഖത്തിൽ പുറന്ന മക്കളെ പിന്നെ ഹോസ്പിറ്റലുള്ള പോലത്തെ ഡോക്യുമെൻ്റ് ആയിട്ട് ഈ ഡോക്ടറായിട്ട് ചൊന്നരെ ഇനി നിങ്ങൾ പുറന്നുണ്ട് ഇനി നിങ്ങൾ പെത്തുണ്ടായെങ്കിൽ നിങ്ങൾ ഫ്രാൻ്റെ മുകളിൽ കിടാവ് പുറക്കറ്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് പിറകാവുള്ള ചൊന്ന ഡോക്ടർ 6 ഏത് ഹോസ്പിറ്റലായിട്ട് ഡെലിവറി ആയിട്ട് ഏത് ഡോക്ടറായിട്ട് അവിടെ ഡെലിവറി ആക്കിയിടേ ആ 3 മക്ക പുറന്ന മക്കളെ അങ്ങനെ കബറടക്കിട്ടിക്കുവാറല്ലേ അത് പള്ളിയിലായിട്ട് മയ്യത്ത് നിസ്കരിച്ചിരേ. ആ 3 മക്ക മറിച്ചപ്പോൾ പള്ളിയിലായിട്ട് മയ്യത്ത് നിസ്കരിച്ചിരേ. 6 ആ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തുരേ. ഏത് ഖബർസ്ഥാനത്തിലായിട്ട് ആ 3 മക്കളെ ദഫനാക്കിരേ.
ಅದು ನಿಂಗೆ ಸಾಕ್ಷಿ ಕೊಂಡುವರ ಸಾಧ್ಯ ಉಂಟಾ? ಬಹಿರಂಗ ಅವರು ವೇದಿಕೆ ಬೇಕು ಸಾಧ್ಯ ಉಂಟಾ ನೀವು? അപ്പം നിങ്ങൾ ദീൻ്റെ പേരിൽ ഇങ്ങനെ പച്ചക്കളവും മനുഷ്യന്മാരെ എതിർ നോക്കി ചൊല്ലാറ് കണ്ടുണ്ടായെങ്കിൽ എങ്ങനെ നിങ്ങൾ വിശ്വസിക്കടേ? ഇത് നിങ്ങൾ ചൊല്ലേണ്ട ബാധ്യത ഉണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ ಈ ಕ್ಲಿಪ್ಪು ಕಾದು ಕೊರತೆ ಮನಸ್ಸಿಲಾಕಿ ಎಲ್ಲರೂ ಈ ಕ್ಲಿಪ್ಪುಡೆ ಸಾಧಾತ್ಮಗೂ ಸಾಧ್ಯ ಆಯ್ತು ನೀವು ಎತ್ತಬಟ್ಟನು ಮಾತ್ರ ಅಲ್ಲ അതിൽ ചൊന്ന പോലത്തതായ ഈ എല്ലാ വിഷയത്തും അതിൽ സാക്ഷി കൊണ്ടുവരകുള്ളതായ ആവശ്യപ്പെടണു. അപ്പോൾ അതിൽ കൊണ്ടുവന്നിട്ടേ വേണം ഇൻഷാ അല്ലാ. അപ്പോൾ സത്യത്തെ സത്യ പോലെ മനസ്സിലാക്കുകയും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.